ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയുന്നവർക്ക് ഓർമ്മ പുതുക്കുന്നതിനും അറിയാത്തവർക്ക് അറിയുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ കഥ പറയുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ജിനി വിമൽ. എല്ലാവരെയും കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥ നടക്കുന്നത് ലണ്ടനിലെ പുട്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭാരതം കണ്ട മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ ട്യൂബർകുലോസിസ് ബാധിച്ച് രോഗശയ്യയിൽ കിടക്കുന്നതാണ് രംഗം. അദ്ദേഹത്തിന്റെ സുഹൃത്തും വഴികാട്ടിയും ഗുരുവുമായ GH ഹാർഡി അദ്ദേഹത്തെ ആശുപത്രിയിൽ കാണാൻ വരുന്നു. അദ്ദേഹം വന്നിട്ടുള്ളത് ഒരു കറുത്ത ടാക്സി കാറിലാണ്. ടാക്സി കാറിന്റെ ക്യാബ് നമ്പർ ചോദിച്ച രാമാനുജനോട് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 1729. അത് ഒരു ഡൾ നമ്പറാണ്. അതിന് യാതൊരുവിധ പ്രത്യേകതയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട രാമാനുജൻ പെട്ടെന്ന് തന്നെ മറുപടിയായി പറഞ്ഞു, അതൊരു ഇൻട്രസ്റ്റിംഗ് നമ്പർ ആണ്. ഇറ്റ് ഈസ് the smallest number that can be expressed as the sum of two cubes in two different ways. അതായത് രണ്ട് ക്യൂബുകളുടെ തുകയായി രണ്ട് തരത്തിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത്. 1729 രണ്ട് തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് സമം 1729. 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് സമം 1729. ഇതാണ് പിൽക്കാലത്ത് വളരെയധികം പ്രശസ്തി നേടിയ രാമാനുജൻ നമ്പർ അഥവാ ഹാർഡി രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് രാമാനുജനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചും നോക്കാം. 1887 ഡിസംബർ 22 രാമാനുജൻ ജനിച്ചത്. രാമാനുജന്റെ മുഴുവൻ പേര് ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീനിവാസ അയ്യങ്കാർ ഒരു തുണിക്കടയിൽ കണക്കെഴുത്തുകാരനായിരുന്നു. അമ്മ കോമളത്തമ്മാൾ. അദ്ദേഹത്തിന് താഴെ 5 മക്കൾ കൂടി ഉണ്ടായിരുന്നു. കുംഭകോണം എന്ന സ്ഥലത്ത് സാരംഗപാണി ക്ഷേത്രത്തിനടുത്തായിരുന്നു ശ്രീനിവാസ രാമാനുജൻ താമസിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഒരു മ്യൂസിയമായി സൂക്ഷിച്ചു പോരുന്നു. പഠനകാലത്ത് ഗണിതത്തോടായിരുന്നു പ്രിയം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്നിട്ടും അദ്ദേഹം പ്രതിഭ മാത്രം കൈമുതലാക്കി സ്കോളർഷിപ്പ് നേടിയെടുത്തു. 1904 കുംഭകോണം ഗവൺമെന്റ് കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങി. ഗണിതത്തോടുള്ള പ്രിയം മറ്റ് സബ്ജക്റ്റുകളിൽ തോൽക്കാനിടയാക്കിയതിനാൽ സ്കോളർഷിപ്പ് നഷ്ടമായി. 1906 മദ്രാസിലെ പച്ചയപ്പാസ് കോളേജിൽ പഠനം തുടങ്ങി. അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത്. സ്കോളർഷിപ്പ് നഷ്ടമായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേരണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അതോടെ ഇല്ലാതായി. 1909 ജൂലൈ 14 അദ്ദേഹത്തിന്റെ വിവാഹമായിരുന്നു. ജാനകിയെയാണ് വിവാഹം കഴിച്ചത്. അന്ന് അവർക്ക് 10 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗണിതശാസ്ത്രത്തിലെ 6000 സങ്കീർണ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന GH ഹാർഡി രചിച്ച സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന ബുക്ക് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങളോ പ്രവണതകളോ ഒന്നും തന്നെ അറിയാതെ തന്നെ അദ്ദേഹം അതിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചു പോന്നു. GH ഹാർഡിന്റെ പുസ്തകം പ്രസിദ്ധി നേടിയത് രാമാനുജനിലൂടെയാണ്. ഈ പുസ്തകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ഗണിതശാസ്ത്രത്തിലെ ഒരുപാട് ശ്രേണികൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൈയുടെ മൂല്യം 8 ദശാംശം വരെ കണ്ടെത്താൻ രാമാനുജന് കഴിഞ്ഞു. അക്കാലത്താണ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി നിലവിൽ വരുന്നത്. അതിന്റെ ജേണലിൽ രാമാനുജന്റെ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചു. 1912 രാമാനുജന് മദ്രാസ് അക്കൗണ്ട് സെക്ഷനിൽ ഗുമസ്തനായി ജോലി കിട്ടി. പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ സർ ഫ്രാൻസിസ് സ്പ്രിങ്ങും മുൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി ഡോക്ടർ ഗിൽബർട്ട് വോക്കറും അദ്ദേഹത്തിന്റെ തുടർ പഠനത്തിന് വേണ്ട സഹായവുമായി എത്തി. അവരുടെ സഹായത്താൽ തന്നെ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡിക്ക് രാമാനുജൻ കത്തയച്ചു.
ഈ കത്ത് രാമാനുജന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. GH ഹാർഡി രാമാനുജനെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. 1914 അദ്ദേഹം ലണ്ടനിലേക്ക് എത്തി. GH ഹാർഡി രാമാനുജന്റെ ഗുരുവും സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും പ്രവേശനത്തിൽ ഇളവ് നൽകി 1916 മാർച്ച് 16 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റിന് തുല്യമായ ബിരുദം നൽകി അദ്ദേഹത്തിന് ആദരിച്ചു. 1918 ഫെബ്രുവരി 18 റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് രാമാനുജന് ലഭിച്ചു. ഇത് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് രാമാനുജൻ. ആരോഗ്യം മോശമായതിനാൽ 1919 രാമാനുജൻ ഇന്ത്യയിലേക്ക് മടങ്ങി. ക്ഷയരോഗിയായിരുന്ന രാമാനുജൻ 1920 ഏപ്രിൽ 26 അന്തരിച്ചു. രോഗിയായി കിടക്കുമ്പോഴും പല പ്രമേയങ്ങളും രാമാനുജൻ വികസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് GH ഹാർഡിക്ക് അയച്ചു കൊടുത്തു. രാമാനുജന്റെ മരണശേഷമാണ് പല സിദ്ധാന്തങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ സൂചനകൾ ഉപയോഗിച്ച് പല ഗണിതശാസ്ത്രജ്ഞരും പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്തു. രാമാനുജന്റെ മരണശേഷം ഭാര്യ ജാനകിക്ക് വളരെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതമാണ് ഉണ്ടായിരുന്നത്. 8 വർഷത്തോളം അവർ സഹോദര കുടുംബത്തോടൊപ്പം ജീവിച്ചു. ഉപജീവന മാർഗത്തിന് വേണ്ടി തുന്നൽ വേല ചെയ്തു. 1962 മുതൽ പല സംസ്ഥാന സർക്കാരുകളും ശാസ്ത്ര സംഘടനകളും അവർക്ക് പെൻഷൻ നൽകി തുടങ്ങി. 33 വയസ്സിൽ അന്തരിച്ച രാമാനുജന്റെ ഭാര്യ 74 വർഷത്തോളം ജീവിച്ചു. ഇനി ഡിസംബർ 22 പ്രത്യേകത എല്ലാവർക്കും അറിയണ്ടേ. ഡിസംബർ 22 രാമാനുജന്റെ ജന്മദിനം. ഇത് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികം 2012 ഇത് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചു. ഇന്നത്തെ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാര്യത്തിന്റെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള വീക്ഷണമാണ്. 1729 എന്ന നമ്പറിനെ രാമാനുജനും ഹാർഡിയും വ്യത്യസ്ത വീക്ഷണകോണുകളിലാണ് കണ്ടത്. അത്തരത്തിലുള്ള ഒരു വിശകലന രീതി അല്ലെങ്കിൽ അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും GM എഡ്യൂക്കേഷന്റെ അടുത്ത ക്ലാസ്സുകളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കഥകളിൽ നിന്നുള്ള സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഗണിതശാസ്ത്രത്തെ വ്യത്യസ്ത രീതിയിൽ വീക്ഷിക്കുന്നതിനും ഗണിതശാസ്ത്രത്തോടുള്ള ഭയം ഒഴിവാക്കുന്നതിനും നിങ്ങളുടെ കുട്ടികൾക്ക് സാധിക്കുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.